കൊല്ലം കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ അജിത് കുമാറിൻ്റെ മരണം അത് ബന്ധുക്കളെയും സഹപ്രവർത്തകരെയും സംബന്ധിച്ച് വലിയ വേദനയും വിഷമവുമാണ് ഉണ്ടാക്കുന്നത്. വളരെ സജീവമായി പൊതുപ്രവർത്തന മേഖലയിൽ നിൽക്കുന്നതിനിടയിൽ ഇടപെടുന്നതിനിടയിലാണ് പെട്ടെന്ന് അദ്ദേഹം അസുഖബാധിതനാവുകയും അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടമാവുകയും ചെയ്യുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പോലും അദ്ദേഹം മറ്റഞ്ച് പേരിലൂടെ ജീവിക്കുമെന്നൊരു സന്തോഷം അത് സഹപ്രവർത്തകരെ സംബന്ധിച്ചുണ്ട്. അദ്ദേഹത്തിൻ്റെ വൃക്കയും കരളും ഉൾപ്പെടെയുള്ള അവയവങ്ങൾ മറ്റഞ്ച് പേർക്ക് ഇതിനോടകം തന്നെ ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷൻ മേയർ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. വലിയ വിഷമമാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഇന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ ഇല്ല. തീർച്ചയായിട്ടും ഞങ്ങൾക്കിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ വസ്തുത. ഞങ്ങളുടെ കൂടെ ഈ അവസാന സമയങ്ങളിൽ പോലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മുഴുവൻ സമയവും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ശരിക്കും ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം, കൗൺസിലർ എന്നതിലുപരിയായി ഒരു പൊതുപ്രവർത്തകൻ്റെ ഒരു മാതൃകയായിരുന്നു. എനിക്ക് തോന്നുന്നു അജിത്തിനോട് ഒരാൾക്കും ഒരു ശത്രുതയില്ല. സാധാരണ രാഷ്ട്രീയത്തിൽ കുറേ പേരെങ്കിലും എപ്പോഴും ശത്രുക്കളുണ്ടാവും. ഒരു ശത്രുവിനെ പോലും സൃഷ്ടിക്കാതെ ആരുമായി ഒരിക്കലെങ്കിലും കണ്ടാൽ അവരെല്ലാവരും തീർച്ചയായിട്ടും അജിത്തിനെ സ്നേഹിക്കുന്നതായി മാറുന്നവർ. അങ്ങനെ ഒരു അത്ഭുത ഒരു മനുഷ്യനായിരുന്നു. എല്ലാവർക്കും ഒരു മാതൃകയാക്കാൻ കഴിയുന്ന പൊതുപ്രവർത്തന രംഗത്ത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് പോലും ഒരു മാതൃകയായിരുന്നു അജിത്ത്. ഏത് വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ ഏൽപ്പിച്ചാലും ആ വിഷയത്തിന് ആധികാരികമായി സംസാരിക്കാൻ കഴിയുമായിരുന്നു. നല്ലൊരു പ്രഭാഷകനും ഒരു പ്രാസംഗികനുമായിരുന്നു. കൗൺസിലിലൊക്കെ എന്ത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കാനും ഏറ്റവും അധികം സാധാരണക്കാരനായിട്ട് തന്നെയാണ് അവസാന നിമിഷം വരെയും ജീവിച്ചത്. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നാണ് അദ്ദേഹം ജീവിച്ചത്. ആ പരിമിതികളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ആരെയും അറിയിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി മുന്നോട്ട്. ഒരു കുടുംബമില്ല, ഭാര്യയില്ല, മക്കളില്ല, അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ടു. എങ്കിലും ജീവിച്ചതൊരു അത്ഭുത ജീവിത രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ അവയവങ്ങൾ ദാനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം, വീട്ടിലെ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനൊക്കെ പറഞ്ഞത്, ജ്യേഷ്ഠനും സഹോദരിയുമൊക്കെ തീർച്ചയായിട്ടും ഇത് അവയവദാനം ചെയ്യണം എന്ന അവരുടെയും കൂടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദാനം ചെയ്തിട്ടുള്ളത്. ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്. ഇപ്പോൾ മരണപ്പെടുമ്പോൾ പോലും വേറെ 5 പേർക്ക് ജീവിതം ഈ അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത 5 പേരിലൂടെ അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ളത്. അദ്ദേഹം മരിക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. മരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അദ്ദേഹം ഒരിക്കലും ഞങ്ങളിൽ കൂടെ മാത്രമല്ല, ഈ വരുന്ന 5 അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ കിട്ടിയ 5 പേര്, ആ 5 പേരിലൂടെ അദ്ദേഹം ജീവിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സംസ്കാര ചടങ്ങുകളൊക്കെ എങ്ങനെ? നാളെ രാവിലെ 10 മണിക്ക് ആശുപത്രിയിൽ നിന്നും കൊല്ലം കോർപ്പറേഷനിലും ഓഫീസിൻ്റെ മുന്നിൽ അവിടെ ഒരു പ്രണാമം അർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്, വേദി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം തൊട്ടടുത്ത് 11 മണിക്ക് കൊല്ലം കോർപ്പറേഷൻ്റെ ടൗൺ ഹാളിൽ മുന്നിൽ ആളുകൾക്കൊക്കെ അവിടെ ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം 12 മണിക്ക് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥലമായ അദ്ദേഹത്തിൻ്റെ ശരിക്കും പ്രവർത്തന മേഖലയായ കുരിപ്പുഴയിൽ UP സ്കൂളുണ്ട്. ആ സ്കൂളിൽ ദർശനത്തിന് വെച്ചതിന് ശേഷം 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സംസ്കരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അജിത്തേട്ടൻ്റെ ആ മരണം ഇതുവരെ ആൾക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഈ ലോകത്തിന് വിട പറയുമ്പോഴും മറ്റ്5 പേർക്ക് പുതുജീവൻ നൽകുകയാണ്. ഇത്രയും നാൾ നടത്തിയ പൊതുപ്രവർത്തനം, അത് മരണസമയത്തും ആ സേവനം തുടർന്നുകൊണ്ടാണ് ആ മനുഷ്യൻ ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയ് രാജിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.